ഹായ്. അപ്പം ന്യൂ ഇയറിലെ ആദ്യത്തെ വീക്ക് ഓഫും വന്നെത്തി. അപ്പം ഞാനിന്ന് ഓർത്തു ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ട് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഓർത്തു. സോ അതെല്ലാ വീക്ക് ഓഫിലും ഞാൻ നാട്ടിലേക്ക് പോകലുണ്ട്. പക്ഷേ ഈ ആഴ്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇന്ന് റൂമൊക്കെ ക്ലീനൊക്കെ ചെയ്തു. രാവിലത്തെ 7:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി എനിക്കൊന്ന് ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്ത് പോകാനുള്ളത് കൊണ്ട് മാത്രമാണ് നേരത്തെയൊക്കെ എഴുന്നേറ്റ് എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഓഫ് ഡേ ഒക്കെ കിട്ടുകയാണെങ്കിൽ മിക്കപ്പോഴും ഉറങ്ങി തീർക്കാറായിരിക്കും കേട്ടോ പതിവ്. ഉറക്കമാണ് മെയിൻ. അല്ല, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോവും, കറങ്ങാനൊക്കെ പോവും, അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 1 ഇയറോളം ഇപ്പം ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും സ്കിന്നിന് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സ്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫേസിലെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഹെയർ കൂടെ കെട്ടിക്കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു. ഇനിയിപ്പം ഞാനിപ്പോൾ ബസ്സിന് അല്ല പോകുന്നത്, മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പ്രൈവറ്റ് ബസ് ഭയങ്കര സ്പീഡായിട്ടായിരിക്കും. നമ്മുടെ കൺട്രോളിൽ നമുക്ക് പിടിച്ചാൽ ചിലപ്പോൾ നിൽക്കണമെന്നില്ല, അത്രയും മത്സരിച്ചിട്ടുള്ള ഓട്ടോ ആണ്. 2-3 പ്രാവശ്യം കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പം വേഗം എത്തുകയും ചെയ്യും എന്നോർത്തിട്ട് മെട്രോയ്ക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ്. മെട്രോയിലായതുകൊണ്ട് തന്നെ വേഗം തിരിച്ചെത്തിയേ. പ്രത്യേകിച്ച് ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
വേഗം ഒരു 1.5 ഹവറിനുള്ളിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ദാഹിച്ചായിരുന്നു. അപ്പം ഞാനൊരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു T24 പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നൊരു ജ്യൂസ് ഷോപ്പിൽ കയറി അവിൽ മിൽക്കൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലേക്ക് പോവുകയാണേ. ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് ഹോസ്റ്റലിന് ചുറ്റും ഒരുപാട് ഗാർഡൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് പരിപാലിച്ച് വളർത്തുന്നതാണേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. പലതരം ചെടിയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നേ. അപ്പം എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, എന്നാലും മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്ലവർ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പച്ച ഇലകളുണ്ടല്ലോ, ഒരു വെറൈറ്റീസ് ഓഫ് ഇങ്ങനെ ഇലകളുടെ മാത്രം ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ നല്ല പോലെ വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനും. എല്ലാ ദിവസവും വെള്ളമൊഴിച്ചിട്ടും അങ്ങനെയൊക്കെ എപ്പോഴും കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് കാണാം കേട്ടോ. അപ്പം എനിക്ക് ഇവിടുത്തെ ഹോസ്റ്റലിലെ ഏറ്റവും ഇഷ്ടമായതും ഇവിടുത്തെ ഒരു ആംബിയൻസ്, ചുറ്റുപാടും ഉള്ളതൊക്കെ ഭയങ്കര നല്ല രസമാണ്. ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴും ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഫുഡിൻ്റെ കാര്യം ഒഴികെ ബാക്കി ഇതെല്ലാം നമുക്ക് നല്ല രസമാണ്. കയറി വരുമ്പോൾ തന്നെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ലതാണ് ഹോസ്റ്റലിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ. ബാക്കിയും കൂടെ നമുക്ക് കണ്ടാലോ? ചില ടൈമിൽ ആമ്പലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാം കേട്ടോ. ഇപ്പം വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും ഒന്നുമില്ല. ഞാൻ ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടയിൽ വെച്ചൊന്ന് കാണിക്കാം ഷോർട്സ് ആയിട്ടൊക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹോസ്റ്റലിലെ ഗാർഡനൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിനകത്ത് കയറി. ഞാൻ ഓൾറെഡി നമുക്ക് റൂമിനകത്ത് പവർ പോയിൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് കേട്ടോ എല്ലാവരും ചാർജൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പവർ ബാങ്ക് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഇനി റൂമിലേക്ക് പോയതിന് ശേഷം ഓൾറെഡി രാവിലെ ക്ലീൻ ചെയ്തതിൻ്റെ കുറേ വേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് കളഞ്ഞു. പിന്നെ എന്നിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള ലഞ്ച് കഴിക്കുകയാണേ. ചപ്പാത്തിയും ബീഫായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, എക്സ്ട്രാ തിങ്സൊക്കെ. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പം ഞാൻ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ പാർക്കിൻ്റെ മുമ്പത്തെ വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതുപോലെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തേ. ഒരു 6 മണിക്ക് ഞാൻ അവിടേക്ക് പോയി. ഈ ടൈമിൽ ഫാമിലീസും കുട്ടികളും വർക്കൗട്ട് ചെയ്യാൻ വരുന്നവരും നടക്കാൻ വരുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും കേട്ടോ അവിടെ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഒറ്റയ്ക്കാണെങ്കിലും പോയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് ഈ പാർക്കിന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി നിന്ന് കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തു. കാറ്റ് കൊണ്ടും വീഡിയോസ് എടുത്തും ഫോട്ടോസ് എടുത്തും അങ്ങനെ ഒരുപാട് നേരം ഇരുന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് റിലാക്സായി, ഒത്തിരി റീചാർജ് ആയ പോലെ ഫീൽ ചെയ്തേ. ഹോസ്റ്റലിൽ നമുക്ക് റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മടുപ്പാകുമ്പോൾ അവിടെയൊക്കെ വന്നിരിക്കുമ്പം ഭയങ്കര റീഫ്രഷ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയപ്പം നേരമൊക്കെ ഒന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ഇനി ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടീസൊന്നുമില്ല. ഇനി പോയിട്ട് ഒന്ന് കുളിച്ച് ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. എഡിറ്റിങ്, റീഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഡെയിലി കുറച്ചെങ്കിലും വായിക്കുക എന്നുള്ളത്. കാരണം വായിക്കാൻ ടൈം കണ്ടെത്തൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം വായിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ നല്ലപോലെ ഉറക്കം വരുമല്ലോ. അപ്പോൾ കിടക്കാൻ നേരത്താണ് വായിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കുഞ്ഞൊരു വ്ളോഗാണ്. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു ഓൾ. ലവ് യു.